എന്തിലടി പറിച്ചേ കൊണ്ടേക്കാം നമുക്ക് ചാക്കിൽ കൊണ്ടേക്കാം ഞാൻ അടുത്ത് കിട്ടോ നല്ല വെക്കാൻ പറയാം ഞാൻ കൊണ്ടുപോയി ആ കുമ്പളങ്ങയാണ് ഫസ്റ്റ് ഉണ്ടായത് ലാസ്റ്റ് അത് കഴിഞ്ഞോ ഹായ് ഹലോ അപ്പൊ നമ്മൾ കുമ്പളങ്ങ പറിച്ചു ഇനി ഒരു അവിയൽ ഉണ്ടാക്കട്ടോ ഈ കുമ്പളം കട്ടിട്ട് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം ആ വീഡിയോ കേട്ടോ ചെയ്യാൻ പോണത് അപ്പൊ എല്ലാരും വരി പിന്നെ അല്ലാത്ത കഷ്ണങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കുമ്പളങ്ങ മാത്രം നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അന്നൊരു വീഡിയോ കണ്ടില്ലേന്നോ അനിയത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കിയെന്ന് അനിയത്തിൻ്റെ വീട്ടിലാണ് കുഴിച്ചിട്ടത് അപ്പോൾ അവളാണ് ശരിക്കും വെള്ളം നനച്ചെടുക്കലും പുല്ല് പറിക്കലൊക്കെ ഞാൻ കുഴിച്ചിട്ടു തന്നെ ഉള്ളൂ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ വരും അങ്ങനെയാണ് ചെയ്തത് പേമിക്കുട്ടന് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറിച്ച് ഇനി ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കട്ടെ നമുക്ക് അപ്പോൾ എല്ലാവരും വരും മക്കളെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്ത് മണ്ണിൽ അങ്ങോട്ട് വീണാലും ഇഷ്ടം പോലെ അങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും കുമ്പളങ്ങ പറിച്ചു കേട്ടോ ഇത്രയും കുമ്പളങ്ങ പറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായി നിൽക്കുന്ന കുമ്പളങ്ങകൾ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ കുമ്പളങ്ങൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിൽ കൂടെ ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഉള്ളിലായതുകൊണ്ട് കാണാൻ പറ്റൂല നമ്മളിപ്പോൾ പറിച്ചതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു എന്താ മിക്കുട്ടാ കാക്ക് പോയോ എങ്ങോട്ടാ പോയത് ഈ വഴുതനങ്ങ കാണിച്ചു തരാം കേട്ടോ ഇതാണ് വഴുതനങ്ങ മരം എന്നറിയണത് ദിമത്തെ വഴുതനങ്ങ പറിച്ചോ ഇതാണ് കേട്ടോ നമ്മളെ വഴുതനങ്ങ കണ്ടോ പിന്നെ വയലറ്റ് വഴുതനങ്ങ ഇതേപോലെ പച്ച വഴുതനങ്ങ രണ്ട് തരം വഴുതനങ്ങ ഉണ്ട് പിന്നെ വെണ്ടയ്ക്ക എമ്മിക്കുട്ട ഞാൻ വീഡിയോ എടുക്കണോടത്തതാ നോക്കിയിരിക്കുകയാണേ എമ്മിക്കുട്ട എന്താ നമുക്ക് പണി എന്താ പണി അമ്മിക്കുട്ട ഒരു പാട്ട് അടിക്കാം അമ്മിക്കുട്ടൻ ആ പെരിയോനെ പാട് ആ ആ ആ
ശരിക്ക് പാട്. എന്തിനാ പൊട്ടത്തി നാളെ രാവിലെ അപ്പൊ ദാ മക്കളെ ഞാൻ വേഗം വന്ന് അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഈ അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കുമ്പളങ്ങ പറിച്ചത്. ഞാൻ അങ്കണവാടി ഇട്ട് വന്ന് കുമ്പളങ്ങ പറിച്ച് അപ്പോൾ പിന്നെ എന്താ പറയുക, വ്യാഴാഴ്ചയാണ് പറിച്ചത്. ഇത് വെള്ളിയാഴ്ച പോസ്റ്റ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. വെള്ളിയാഴ്ച ദിവസമാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. വ്യാഴാഴ്ചയാണ് പറിച്ചത്. അപ്പോൾ രാവിലത്തെ തീയൊക്കെ കെട്ടിയിരുന്നു കേട്ടോ. ഞാൻ ഈ ചകിരിയാണ് നല്ലോണം കത്തിക്കുക. അതുകൊണ്ട് ചകിരി ആകുമ്പോൾ എന്താണെന്ന് പറയുക, കണൽ വല്ലാതെ ഉണ്ടാവില്ല. അതുകൊണ്ട് തീ നല്ലോണം കെട്ടിയിരുന്നു. അല്ലെങ്കിൽ വൈകുന്നേരം ആയാലും ഇതിൽ നല്ലൊരു കണലുണ്ടാവണം അടുപ്പാണേ. അപ്പോൾ അതാ ഞാൻ വെണ്ണീർ മുഴുവനും ഇപ്പോൾ കോരിയിട്ട് നമ്മൾ അവിയൽ ഉണ്ടാക്കുകയാണ്. കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കണം കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ മുന്നേ ഒരു അവിയൽ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ നാളേക്കൊക്കെ ടേസ്റ്റ് കൂടുമല്ലോ വിചാരിച്ചിട്ട് ഞാനിതാ നുറുക്കിയൊക്കെ കഴുകി ചേനയും പയറും നമ്മളെ കുമ്പളങ്ങയും മുരിങ്ങക്കായും എല്ലാം ഉണ്ട് ഇട്ടതിൽ. അപ്പോൾ കുമ്പളങ്ങയും ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു പാത്രത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തു. ഇതിനൊന്നും ഒരു പണിയില്ലേ. നമ്മളെ നല്ല ഉപ്പും എരിവും പുളിയൊക്കെ പാകമായാൽ നമ്മളെ അവിയലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഞാനിത് അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് തന്നെ വേവിക്കണം കേട്ടോ. കുക്കറിലൊന്നും വേവിച്ചാൽ ആ പ്രഷറിൻ്റെ ഉള്ളിൽ കടന്ന് വെന്താലൊന്നും നമ്മൾ അവിയലിന് ടേസ്റ്റ് ഉണ്ടാവില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഞാൻ ഈ ഒരു പഴയ കുക്കറാണ്, അടുപ്പത്തേക്കണ കുക്കറാണ്. അപ്പം അതിൻ്റെ മൂട്ടിലൊക്കെ നല്ലോണം പിന്നെ വെണ്ണീറൊക്കെ തേച്ച് കൊടുത്താൽ വേഗം കരിയണ്ട വരച്ചാൽ പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മളെ കഷ്ണങ്ങളൊക്കെ. ആ മഞ്ഞളും വെള്ളത്തിൽ ഉപ്പും വെള്ളത്തിൽ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരത്തിൽ നല്ലോണം എരിവുള്ള പച്ചമുളകും ഒക്കെ ചതച്ചിടും കേട്ടോ. കറണ്ട് പോയപ്പോൾ ഞാൻ ടോർച്ച് അടിച്ചതാണ് കേട്ടോ. കറണ്ട് പോയ ടൈമിലാണ് ഇപ്പോൾ ഇത്. ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ കറണ്ട് വന്നു കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ ഒരു കറണ്ട് പോകുന്നൊരു കളിയാണ്. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇത് കുറച്ച് വെന്തിട്ടാണ് നമ്മൾ മുരിങ്ങക്കായ ഇടുക കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം, മുരിങ്ങക്കായ വെന്തിട്ട് പായസമാവും. മുരിങ്ങക്കായ ആകെ 2 എണ്ണം ഉള്ളതെന്ന് ചെറുത്. ശരിക്കും അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, അവിയലുള്ള കറികളിലുള്ള രാജാവ് പറയുന്ന മുരിങ്ങക്കായ കേട്ടോ. മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അവിയലിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. സാമ്പാറിലാണെങ്കിലും മുരിങ്ങക്കായ വേണം. അപ്പോൾ എന്താണെന്ന് അറിയാം, അവിയലെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കുക, കുറച്ച് തൈരും പച്ചത്തേങ്ങയും പച്ചമുളകൊക്കെ അരച്ചുണ്ടാക്കുക. അത് ഇപ്പോൾ കണ്ടോ, പച്ചമുളകും നാളികേരമൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കും. പാകത്തിന് പുളി ഇട്ടാൽ നമ്മൾ അവിയൽ റെഡിയാകും. കുറച്ച് കറിവേപ്പിൻ്റെയും പച്ച വെളിച്ചെണ്ണ, ഇത് തന്നെയാണ് അവിയൽ. പിന്നെ ഈ പച്ചക്കറികളൊക്കെ നമ്മളെ വയറ്റിലാകുക, നമ്മൾ കഴിക്കുക, അതാണ് ഇതിന് ഒരു. അപ്പോൾ അവിയൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പച്ചക്കറികൾ ധാരാളം കഴിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് അവിയൽ മക്കളെ റെഡിയായി. ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ഉണ്ടാക്കൽ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടും. പിന്നെ ഇത് വെന്ത് വാങ്ങണതിൻ്റെ മുന്നേ നമ്മൾ തൈര് ഒഴിക്കും. തൈര് ഒഴിച്ചിട്ട് പാകത്തിന് പുളി, ഇത് നല്ല അത്യാവശ്യം പുളിയുള്ള തൈരാണ്, അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നല്ല പുളിയുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കിയ തൈര് തന്നെയാണ്. ഇനി വേണമെങ്കിൽ ഇനി ഉണ്ട് ഒഴിക്കട്ടോ. എന്നിട്ട് ഞാനിതിൻ്റെ നടുവിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വെക്കും. അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് വെച്ചുകൊണ്ട് നമ്മൾ അവിയലും റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ അവിയലിന്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ അതിൽ നിന്ന് തൈരിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഒരു കുഴിയാക്കിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അതങ്ങോട്ട് മൂടി വെക്കും. അത് എന്നിട്ട് പിന്നെ തുറന്നാൽ നമ്മളെ അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടോ, കറിവേപ്പിൻ്റെ ഇല അതിൽ കടന്ന് ഇങ്ങോട്ട് വെന്ത് കിട്ടും. അത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് മൂടി വെച്ച് പിറ്റേന്ന് ഇതിൻ്റെ എടുക്കണം. ഇന്ന് തന്നെ എടുക്കരുത്. അപ്പോഴാണ് നമ്മൾ അവിയൽ ടേസ്റ്റ് ഉണ്ടാകുക. ഇതിപ്പോൾ എന്താണെന്നറിയോ, കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്നിരുന്നു കുഞ്ഞാണി. അപ്പോൾ ഞാൻ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ വാര വെച്ചതാണ് മീൻ. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങി വൃത്തിയായിട്ട് കിട്ടും. അടുപ്പിൻ്റെ മുകളിൽ വിറക് വെച്ചിട്ട് വാര വെക്കുക. കണ്ടോ, സ്രാവിൻ്റെ തല അതൊക്കെ കറി വെക്കാൻ നല്ലതാണ്. ഉണക്കത്തല പൊരിക്കുക. അപ്പോൾ പുറത്ത് വെച്ചിട്ടേ കാക്കച്ചി എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ ഞാൻ അടുപ്പത്ത് മുകളിൽ വെക്കാൻ വിചാരിച്ചു. വൈകുന്നേരമാണ്, നേരം ഉൾക്കോളം ഇവിടെ കിടക്കും.
അപ്പോൾ മക്കളെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങളെല്ലാവരും ഇതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇനിയും ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ ബാഡ് കമൻറ്റിനെ കുറിച്ചിട്ടൊക്കെ കുറേ പറയാനുണ്ട്. ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാ നമ്മളില്ലേ പറഞ്ഞാൽ നന്നാക്കാത്ത ആൾക്കാരെങ്ങനെ നന്നാക്കണത് അല്ലേ? അപ്പോൾ ബാഡ് കമൻറ്റ് അതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ടാറ്റാ.